എന്റെ അച്ചു മോളെ കുട്ടിപ്പാവാടയിട്ട് കളിപ്പിക്കാതിരിക്കാൻ മാത്രം അച്ചു എന്ന താലിബാനായത്. ഓ, പെമ്പിള്ളേരെ പാവാടയിട്ട് കാണാത്ത ഒരാള്. ഷെയിം ഓൺ യു. ചുമ്മാ ആ കൊച്ചിനെ കളിക്കാൻ വിടണ്ട അച്ചു. കാണാൻ ഞങ്ങൾ എല്ലാവരും എത്തും ട്യൂസ്ഡേ. അലക്സ്, അലക്സ് പറ, എന്റെ മകളുടെ ജീവിതത്തെ കുറിച്ച് ഇവൾമാരാണോ തീരുമാനിക്കുന്നത്? ഒന്ന് ഞാൻ പറയാം, അലക്സിന് ഈ വക കൂട്ടുകാരുടെ മുന്നിൽ കളിക്കാനല്ല ജീവൻ കൊടുത്ത് ഞാൻ എന്റെ മോളെ വളർത്തുന്നത്. ജർമ്മനിയുടെ ഇസബൽ ഫ്രാങ്കിന്റെ ശക്തമായ സർവുകൾക്കും പ്രതിരോധത്തിനും മുന്നിൽ അമ്പെ പരാജയപ്പെട്ടു പോയ അഞ്ജു മൂത്തേടനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അഞ്ജുവിന്റെ ഗ്രാൻഡ് സ്ലാം സ്വപ്നങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച ഈ ടൂർണമെന്റിൽ അവർക്ക് ആദ്യ മാച്ചിലെ തന്റെ ഫോമിന്റെ അടുത്തെങ്ങുമെത്താൻ കഴിഞ്ഞില്ല. കേരളത്തിൽ നിന്നും ആദ്യമായി ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ കളിക്കുന്ന താരത്തിനായി ഇനിയും കായിക കേരളം കാത്തിരിക്കണം. കളിയിലായാലും ജീവിതത്തിലായാലും മക്കള് തോക്കുന്നത് അമ്മമാർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈ കമ്പ്യൂട്ടർ ഭണ്ഡാരം വാങ്ങിയതിന്റെ പിന്നിലെ ഫ്ലാഷ് ബാക്ക് കഥയാ പറഞ്ഞു വന്നത്. ബോറടിച്ചില്ലല്ലോ അല്ലേ? ഏതായാലും ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ നേരമായി. കോഫി ബ്രേക്ക്. എന്റെ അരുവിത്തറ വല്യച്ഛ, ഞാൻ പെറ്റ എന്റെ പൊന്നു മോളാന്നോ ഈ വരുന്നേ? എന്റെ അമ്മേ, ഈ അമ്മയുടെ ഒരു ചിരി. അമ്മ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിക്കുന്നത്? നിന്നെ കണ്ടാ ദേ ഈ മുറ്റത്തെ പൂക്കള് പോലും ചിരിക്കും. നോക്ക് നോക്ക്, എന്റെ മോള് പിച്ച വെച്ച് നടന്ന വീടല്ലേ ഇത്? വാ വാ വാ. അലക്സാറ, എന്റെ മോൾ ഇങ്ങി വന്നതേ ഉള്ളൂ. ചാച്ചി സമാധാനമായിട്ട് അങ്ങോട്ട് വിളിക്കാന്ന് പറ. വാ. സാറിന് റോസാ കുഞ്ഞിനോട് സംസാരിക്കണമെന്ന്. ഹലോ റോസ്. ഹലോ, ഇത് അലക്സ. റോസ് നാട്ടിൽ പോയി. ഓ ഹായ് അലക്സ്, ഞാൻ SP ഫൗസിയാണ്. മനസ്സിലായി മാഡം. എന്തൊക്കെയുണ്ട് വിശേഷം? ശ്രേയസ് കപൂറിനെ കിട്ടി, എന്റെ കസ്റ്റഡിയിലുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അഞ്ജുവിന്റെ ക്ലബിൽ ബോൾ പിക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആസിഫ് അലി. അത് ശരി, ഞാൻ വിചാരിച്ചു ഏതോ ബിൻ ലാഡൻ ആണെന്ന്. പയ്യൻ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പേരൻസ് ഡിവോഴ്സ്ഡ് ആണ്. ഉമ്മ ഗൾഫിൽ, ഉപ്പ ഓസ്ട്രേലിയയിൽ. രണ്ടിടത്തേക്കും അവൻ പറക്കും. അവിടെ നല്ല അഞ്ജുവിനെ കോണ്ടാക്ട് ചെയ്യും. അഞ്ജുവും നന്നായി മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രേയസ് കപൂർ ആണെന്ന് കരുതിയാവാം. ഏതായാലും അഞ്ജുവിന്റെ മൊഴി എടുക്കണം. അയ്യോ, അത് വേണ്ട, അത് വേണ്ട. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അലക്സ്.
2 വനിതാ പോലീസുകാരെ ഞാൻ അങ്ങോട്ട് അയക്കാം. വേണ്ട വേണ്ട, ഡോണ്ട്. അവനെ വിട്ടേക്ക്. അവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അലക്സ്. FIR ഫയൽ ചെയ്യാൻ അഞ്ജുവിന്റെ മൊഴി എടുത്തേ പറ്റൂ. അഞ്ജു ഇവിടെ ഇല്ല. അവളെ ഞാൻ മസൂരി ഇന്റർനാഷണൽ കോച്ചിങ് ക്യാമ്പിൽ അയച്ചിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട മാഡം, പ്ലീസ്. അത് ന്യൂസ് ആവും. ദാറ്റ്സ് ഇറ്റ് അലക്സ്. ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയായിരുന്നു ഞാനിത് ആവർത്തിച്ചത്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോ നിങ്ങൾക്കതൊരു ബ്രേക്കിംഗ് ന്യൂസ്. അവനവന്റെ കാര്യം വരുമ്പോ ഒന്നുമില്ല. വയറ്റി പഴപ്പല്ലേ മാഡം, ചുമ്മാ ജീവിച്ചു പോട്ടെ. തമാശ പറഞ്ഞതാണ് സർ. പക്ഷെ ഞാൻ നിങ്ങളുടെ ചില ന്യൂസ് പ്രോഗ്രാംസിന്റെ വലിയ ക്രിറ്റിക്കാണ് കേട്ടോ. ആണോ? ഫൗസിയുടെ വിമർശനങ്ങളിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. നമുക്കൊന്ന് കൂടാം. ഇന്ന് ഡിന്നർ ഒന്നിച്ചായാലോ? റെയിൻ ട്രീയില്. കൊള്ളാം. എന്നിട്ട് വേണം അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് ഇറങ്ങാൻ. വനിതാ SP-യും ചാനൽ മുതലാളിയും തമ്മിൽ ചുറ്റിക്കളി. തമാശക്ക് പറയുന്ന ഒരു പോലീസ് ഫ്രീ ബേർഡ് ആയതുകൊണ്ട് ചോദിച്ചു പോയതാണേ. സോറി, ഞാൻ ബിസിയാ. നമ്മുടെ ബോൾ പിക്കപ്പ് പയ്യനെ ഒന്ന് പീഡിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുമ്മ തരട്ടെ ഫ്രീ ആയിട്ട്? അയ്യോ അമ്മച്ചിയെ, ഇവളാള് ടഫാ. എന്നാലും നമ്മൾ മുട്ടണം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ. കൊള്ളാം. കുരുങ്ങും തോറും മുറുകുന്ന വല. ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം? എന്നതായാലും നീ എനിക്കിതെല്ലാം പറഞ്ഞു തന്നത് നന്നായി. ഞാൻ വിചാരിച്ചു ഈ ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ ചൊവ്വായിലോട്ട് റോക്കറ്റ് കത്തിച്ച് വിടുന്ന പോലത്തെയോ മറ്റോ വലിയ പരിപാടിയാന്ന. ഇത് ചുമ്മാ കട്ടൻ കാപ്പി ഇടുന്ന പോലത്തെ ഒരു ഇടപാട്. ശരി, ഇനി വയസ്സാങ്കാലത്ത് ഇച്ചിരി കൊഞ്ചലും കൊച്ചു വർത്താനും ഒക്കെ ആയിട്ട് അങ്ങ് ഇരിക്കാം. മോള് വന്നപ്പോൾ ചോദിച്ചില്ലേ അമ്മയ്ക്ക് എങ്ങനെയാ എപ്പോഴും ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നതെന്ന്? ഞാൻ എപ്പോഴും ഇങ്ങനെ മോളെ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുതിയതായി പഠിക്കാൻ ശ്രമിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂ നിനക്കറിയാം, റോസ് എന്ന് നിനക്ക് പേരിട്ടത് അതുകൊണ്ടാ. നമ്മുടെ റോസ് ഗാർഡൻ എസ്റ്റേറ്റിൽ ഇപ്പൊ എത്ര തരം റോസാ ചെടികളുണ്ടെന്നറിയാമോ? 12 തരം. പുതിയത് കാണുക, കാത്തിരിക്കുക. അമ്മയെപ്പോലെ മനസ്സ് തുറന്ന എന്റെ മോൾക്കും ചിരിക്കാം. ചാച്ചിക്കുള്ള പ്രശ്നം കള്ളന്മാരാ. അവന്മാരെ ഒന്ന് വരട്ടാൻ വെച്ചിരിക്കുന്നതാ. നിന്റെ അപ്പച്ചൻ്റെയാ, വിബ്ലി സ്കോട്ട്. എന്റെ പേടി കള്ളിമാരെയാ. പല നിറവും മണമുള്ള റോസുമാര് വട്ടമിട്ട് നിൽക്കുമല്ലേ അച്ഛനെ തട്ടിയെടുക്കാനായിട്ട്. അമ്മേ, ആ ഐപാഡ് ഒന്നെടുത്ത്. മെയിൽ വല്ലതും വന്നോന്ന് നോക്കട്ടെ. അഞ്ജുവിന്റെ മൊബൈൽ ഓഫാണ്. എന്ത് പറ്റിയോ എന്തോ. കളി തോറ്റ് പിന്നെ അവിടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നേയില്ല. നോക്ക്, എന്നോടൊരു വാക്ക് പറയാതെ മോളെ മസൂരിക്ക് വിട്ടിരിക്കുന്നു. ആ, അതിനായിരിക്കോ അലക്സ് കുഞ്ഞ് ഫോൺ വിളിച്ചത്. ഹലോ, ഞാൻ നാട്ടിലുണ്ട്, വാഗമണ്ണിൽ. എനിക്ക് ഓ ശരി, എന്നാ ഞാൻ ഉച്ച കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്താം. താങ്ക്സ്. വന്നിട്ട് വിളിക്കേ.